Hello everyone, welcome back to another vlog. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്, സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഇക്കാടെ ബർത്ത്ഡേയും ഇഫ്താറൊക്കെ അനുബന്ധിച്ച് ഉണ്ടാക്കിയ ഒന്ന് രണ്ട് ചെറിയ റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. ഹോപ്പ് യു ഓൾ വിൽ ലൈക്ക് ഇറ്റ് ആൻഡ് കീപ് വാച്ചിങ്. സോ ഇക്കാടെ ബർത്ത്ഡേ ലാസ്റ്റ് സാറ്റർഡേ ആണ്. അപ്പോൾ എൻ്റെയും മോൻ്റെയും വക ഒരു ചെറിയ സർപ്രൈസ് ഒക്കെ കൊടുത്താണ്. അതോടൊപ്പം തന്നെ ഇഫ്താറിന് എന്തെങ്കിലും ഒരു ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു വിഭവം പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് ശരിയാക്കാം. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതാദ്യം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുളക് പൊടിക്ക്, എരിവുള്ള മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി എടുക്കാം. പിന്നെ ഏറ്റവും മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒന്നാണ് പെരിഞ്ജീരകം പൊടിച്ചത്. അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ചാൽ മതി. പിന്നെ പാകത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ഇത് ഒക്കെ വീട്ടിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സ്പൂൺ അളവിലാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂൺ അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേറെയും ചേർക്കാനുണ്ട്. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ 65ലേക്ക് അത്യാവശ്യം ചെറിയൊരു കോട്ടിങ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി നെക്സ്റ്റ്. അപ്പോൾ അത് ഒന്ന് കോൺഫ്ലോറും മറ്റൊന്ന് ഗ്രാം ഫ്ലോറാണ്. ഗ്രാം ഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ കടലമാവ്. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ മെഷർമെൻറ്റ് സ്പൂണാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കടലമാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 2 വലിയ ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അത് അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മുടെ ഈ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു 1/2 കിലോ ചിക്കനുള്ള മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസും കുറച്ച് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് എല്ലുള്ള പീസസും എടുത്തിട്ടുണ്ട്. കുറച്ച് കറുമുറ കഴിക്കുമ്പോഴാണ് ചിക്കൻ 65നൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് എല്ലുള്ള പീസ് ചേർത്തത്. ഇതിലേക്ക് ഇനി എക്സ്ട്രാ വാട്ടർ ഒന്നും ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഫുഡ് കളർ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡ്രോപ്പ് നമ്മുടെ റെഡ് ഫുഡ് കളറും അതുപോലെ തന്നെ 2 ഡ്രോപ്പ് ഓറഞ്ച് ഫുഡ് കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ചേർത്തതിന് ശേഷമാണ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ എഗ്ഗ് ആദ്യം ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഫുഡ് കളറും ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത്, റെഡ് ഫുഡ് കളർ കേട്ടോ. നേരത്തെ ചേർത്തത് ഒരു ഡ്രോപ്പ് ഓറഞ്ച് ഫുഡ് കളറാണ്. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കണം. എന്നാലാണ് നല്ലതുപോലെ അതിൻ്റെ മേലെ കോട്ടിങ് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയിലേക്ക് അധികം മസാലയൊന്നും പിടിക്കാതെ തന്നെ നല്ല ഭംഗിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എണ്ണ അത്യാവശ്യം നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരുക. നമ്മുടെ എണ്ണയ്ക്ക് നല്ലൊരു മണവും അതുപോലെ തന്നെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ എണ്ണയിലാണ് ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാനുള്ളത്. അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും വറുത്ത് കോരണം. ഞാനത് ലാസ്റ്റാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് പാകത്തിന് മാത്രം ഇട്ട് വറുത്ത് കോരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒട്ടി പിടിച്ചു കഴിഞ്ഞാലും അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മറിച്ചിടാനും നല്ലപോലെ വേവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഓരോ പീസായിട്ട് നന്നായിട്ട് മുരിച്ച് വറുത്ത് കോരി എടുക്കുക.
അപ്പോൾ നമ്മുടെ ചിക്കൻ 65 മുഴുവൻ ഞാൻ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് അധികമുള്ള എണ്ണയൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ച് എണ്ണ എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂണോളം നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ 65 ഇപ്പം നമ്മൾ നേരത്തെ വറുത്ത് കോരിയ അങ്ങനെ തന്നെ മതി. അങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇതാകുമ്പോൾ ചെറിയൊരു സോസി ടേസ്റ്റ് അതിന് കിട്ടുന്നു മാത്രം. അപ്പോൾ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കനിലേക്ക് വറുത്ത കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഈ സോസിലൊന്ന് മിക്സ് ചെയ്തെടുക്കേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. സോ നെക്സ്റ്റ് നമുക്കൊരു ചെറിയ സ്മൂത്തിയുടെ റെസിപ്പി കൂടി നോക്കാം. അപ്പോൾ സ്മൂത്തി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഷമാമിൻ്റെ സ്മൂത്തിയാണ്, അതായത് സ്വീറ്റ് മെലൺ സ്മൂത്തി. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് ഷമാമിൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമുക്ക് പാകത്തിലുള്ള പഞ്ചസാരയും നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഐസ് ക്യൂബ്, ഒരു 5-6 ഐസ് ക്യൂബും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഞാൻ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ തിക്ക് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഷമാമിൻ്റെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ ഒരുപാട് ടേസ്റ്റിയുമാണ്. കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്ലൈസ്ഡ് ബദാമിൻ്റെ പീസസോ ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായി. സോ ഗൈസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വ്ലോഗ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ റെസിപ്പിയും സ്മൂത്തി റെസിപ്പിയും ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അത്രയും ഈസിയസ്റ്റ് ആയിട്ടുള്ള റെസിപ്പീസാണ്.
അതുപോലെ തന്നെ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കുകളും താഴെ കൊടുക്കുന്നുണ്ട്, ദയവായി ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെ ഇരിക്കുക. സ്റ്റേ സേഫ്, ബി കെയർഫുൾ. സീ യു സൂൺ വിത്ത് അനദർ ബ്യൂട്ടിഫുൾ വീഡിയോ. അൺടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു.